നമസ്കാരം. SSLC പരീക്ഷാ ഫലം ഇന്ന് പുറത്തുവരുന്നു. കേരളത്തിലെ 5.5 ലക്ഷം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പരീക്ഷാ ഫലം ഏതാനും മിനിറ്റുകൾക്കകം പുറത്തുവരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 54 ഇവാലുവേഷൻ ക്യാമ്പുകളിലായി മൂല്യനിർണ്ണയം പൂർത്തിയായ പരീക്ഷാ ഫലം റെക്കോർഡ് സമയത്തിനകമാണ് ഈ വർഷം പുറത്തിറങ്ങുന്നത്. എന്താ ടെക്നോളജി! കുട്ടികൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ പാസ്സാവുകയാണ്. നമ്മുടെ റിസൾട്ട് കുളിക്കാൻ കയറിട്ട് അരമണിക്കൂർ എന്ത് ചെയ്യും അവിടെ? അമ്മ ഇങ്ങനെ റിസൾട്ട് എന്ന് വിളിച്ചുകൊണ്ട് ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം റിസൾട്ട് ആണെന്ന്. എന്താണ്ടാ നിനക്ക് ടെൻഷൻ ഉണ്ടോ? എന്തിന്? ഞാൻ പറഞ്ഞു തന്ന പോലെയൊക്കെ നീ എഴുതിയില്ലേ? എഴുതിണ്ട്, നാലൊരു ടെൻഷൻ. എന്തിനാടാ ടെൻഷൻ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വാ. ലക്ഷക്കണക്കിന് പേരെ പ്രാർത്ഥനയല്ല അച്ഛൻ ദൈവം കേൾക്കുന്നത്. അതിൽ എന്റെ എങ്ങനെ പരിഗണിക്കുക? എല്ലാ കുട്ടികളും പ്രാർത്ഥിക്കണ മാതിരിയാടാ നീ. പിന്നെ എല്ലാരും ജയിക്കാൻ വേണ്ടിട്ടല്ലേ പ്രാർത്ഥിക്കണേ, നീ തോൽക്കാനല്ലേ. സ്വന്തം മുഖം തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ ആദ്യത്തെ തന്ത നിങ്ങളായിരിക്കും. അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ. പിന്നെ തോറ്റു കഴിഞ്ഞാൽ നല്ല ഭാവി കുറെ ഉണ്ടാവും. തോറ്റു കഴിഞ്ഞാലേ ചെക്കൻ നന്നാവുള്ളൂ, അല്ലാണ്ട് ഈ അതോ ഒന്നുമില്ലാത്ത ചെക്കൻ ജയിച്ചിരുന്ന കാര്യം. എടീ, ഈ ലോകം മുഴുവൻ SSLC കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇവൻ കലക്ടറും എഞ്ചിനീയറും ഒന്നും ആവണ്ട. അവ എന്നെ പോലെ KSEBയിലെ നല്ല ഒരു മസ്ദൂർ ആയാൽ മതി. അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? SSLC ഫെയിൽ. ജയിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല. ജയിച്ചാലേ പിന്നെ എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോലെ ഉയർന്നു പോകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള KSEBയുടെ ഒരു തന്ത്രമാണിത്. പിന്നെ SSLC തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് പിന്നെ നല്ല അധ്വാനമുണ്ട്. നീ എങ്ങനെയൊക്കെയാണ് അധ്വാനിച്ചത്? ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. 7 മാർക്ക് 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്താലോ നിന്റെ വളം ഉരി പോവോ? പാടില്ല. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫുൾ മാർക്ക് കൊടുക്കും. മാർക്കൊക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൾ ജയിച്ചു പോവില്ലേ? ജയിച്ചാൽ തോൽക്കാനാവാത്തതും തോറ്റാൽ എപ്പോ വേണേലും ജയിക്കാവുന്നതുമായിട്ടുള്ള ഏക പ്രതിഭാസമാണ് SSLC പരീക്ഷ. പിന്നെ തീരെ മാർക്ക് കിട്ടാതിരിക്കാൻ ഞാൻ ചില തന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ്. മുഗൾ ചക്രവർത്തി ബാബറുടെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ നമ്മുടെ ബാർബർ ചന്ദ്രേട്ടന്റെ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് എഴുതിയത്. നീ എഴുതിയിരിക്കുന്ന ഉത്തരം വായിച്ചിട്ടുണ്ടെങ്കിൽ ആരും നിനക്ക് മാർക്ക് അറിയാൻ പോണില്ല. പൂജ്യം തന്നെ കിട്ടുള്ളൂ നിനക്ക്. എന്റെ അമ്മ, എനിക്ക് ബാബറുടെ പരിഷ്കാരങ്ങൾ അറിയാഞ്ഞിട്ടല്ല, ഞാൻ തോക്കുന്ന അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ. ശരി, പിന്നെന്തൊക്കെ എഴുതി? പിന്നെ ഈ ജന്മി കുടിയാൻ ബന്ധത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ ജന്മി ബീവറേജിന്ന് കുപ്പി വാങ്ങി വയൽവരമ്പത്തിരുന്ന് തൊഴിലാളികളായിട്ട് വെള്ളടിക്കുന്നതിനെയാണ് ഈ ജന്മി കുടിയാൻ ബന്ധം എന്ന് എഴുതി. അതിന്റെ ഇടയിൽ ബലി കുടീരങ്ങളെ എന്ന പാട്ടും അവർ പാടും എന്നെഴുതി. അല്ല, പാട്ട് എന്തിനാ എഴുതിയത്? അച്ഛൻ വെള്ളടിച്ചു വന്ന ആ പാട്ടാണല്ലോ പാടാറ്. അച്ഛന്റെ മോൻ തന്നെ ഒരു മണ്ടൻ അച്ഛനും തല തിരിഞ്ഞൊരു മോനും, രണ്ടും ചേരും. അതെ, പിന്നെ എനിക്ക് വേറൊരു പേടിയുണ്ട്. അതായത് ഇവൻ കണ്ണി കണ്ട ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടേ ഇനി അവര് നോക്കണ സമയത്ത് ചെക്കന് മാർക്ക് കൊടുത്താ അങ്ങനെ ജയിപ്പിച്ചാലോ? അതിനല്ലേ ഞാൻ വേറൊരു സൂത്രം ഒപ്പിച്ചത്. ഫിസിക്സ് പരീക്ഷയുടെ സമയത്ത് ഞാൻ ആ പരീക്ഷയ്ക്ക് പോവാതെ മഴയിൽ മനോരമയിലെ D4 ഡാൻസ് ഷൂട്ട് കാണാൻ പോയില്ലേ. അപ്പൊ എന്തായാലും തോൽക്കും. അപ്പൊ ഇനി അമ്പലത്തിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. അല്ലച്ചാ, ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലേ കുറെ പഠിപ്പിസ്റ്റേള് എനിക്ക് ഫുൾ A+ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിൽ എന്റെ പ്രാർത്ഥനയായിട്ട് ദൈവം ചിരിക്കും. അത് ശരിയാണ്. എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് ആയിക്കോട്ടെ. എന്തായാലും കുറെ പൊട്ടന്മാരെ കടന്നു. പോട്ടെ. ശരി.